ആദ്യം അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുമള്ളി, ആർക്കും ആർക്കെതിരെയും വിരൽ ചൂണ്ടാൻ ഒന്നുമില്ലാത്ത അവസ്ഥ, അപ്പോഴും പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്നുള്ളൊരു പരാതി ഒരു വശത്തുണ്ട്. ആ പരാതി ഉന്നയിക്കുന്നതൊന്നും പക്ഷേ പ്രതിപക്ഷമോ കോൺഗ്രസോ ഒന്നുമല്ല, കാശുപോയ സാധാരണക്കാരാണ്. ഇത് കേസ് കൃത്യമായി അന്വേഷിച്ച് കണ്ടുപിടിക്കണം എല്ലാവരെയും എന്ന് നെഞ്ചിൽ തട്ടി കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായും അപർണ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം വാർത്ത വന്ന ദിവസം മുതൽ പിന്നീട് ഇങ്ങോട്ട് വിവിധ ചർച്ചകളിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. അന്നെടുത്ത അതേ നിലപാട് തന്നെയാണ് ഇന്നും കോൺഗ്രസിന്റേത്. എല്ലാവരെ പറ്റി അന്വേഷിക്കണം. ഞങ്ങളുടെ നേതാവ് ഈ കേസിലെ ലീഗൽ അഡ്വൈസർ ലാലി വിൻസെന്റിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും അന്വേഷിക്കണം, അതും പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചിട്ട് തെറ്റായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം കുടുങ്ങണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഉപ്പ് തിന്നവർ എല്ലാം വെള്ളം കുടിക്കട്ടെ. നീ പിന്നെ ജാഗ്രത വേണ്ടായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. അത് എനിക്കും ബാധകമാണ്, അപർണയ്ക്കും ബാധകമാണ്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ആയൂർ ബിജുവിനും ബാധകമാണ്. ഇപ്പോ തിരുവനന്തപുരം പ്രസ് ക്ലബിനെ മറയാക്കിക്കൊണ്ട് ഈ തട്ടിപ്പ് നടത്താൻ വേണ്ടി അയാൾക്ക് സാധ്യത ഒരുക്കി എന്ന് പറയുമ്പോൾ മാധ്യമപ്രവർത്തകരും അതിനകത്ത് ജാഗ്രത പാലിക്കേണ്ടവരാണ്. പക്ഷെ എത്രത്തോളം നമുക്ക് ജാഗ്രത പാലിക്കാൻ പറ്റുമെന്നൊരു ചോദ്യമുണ്ട്. 2019 ഈ അനന്തുവിനെതിരെ FIR ഇടുന്നു. എവിടെ? മൂവാറ്റുപുഴയിൽ FIR ഇടുന്നു. 428 FIR ഇടുന്നു. അതിനുശേഷമാണ് പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ ആര് പങ്കെടുക്കുന്നത്? വളരെ സ്വീകാര്യതയോടുകൂടി പൊന്നാടയിട്ട് പ്രധാനമന്ത്രിയെ സ്വീകരിച്ച് ചേർത്ത് പിടിക്കാൻ അനന്തുവിന് സാധിക്കുന്നത്. അപ്പൊ പ്രധാനമന്ത്രിയുടെ SPG, പ്രധാനമന്ത്രിയുടെ വിജിലൻസ്, പ്രധാനമന്ത്രിയുടെ ഗസ്റ്റിനെ നിയന്ത്രിക്കുന്ന സംവിധാനം, ഇതൊക്കെ പരാജയമാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രധാനമന്ത്രിയുടെ ഗസ്റ്റിനെ നിയന്ത്രിക്കുന്ന സംവിധാനത്തിന് പോലും, പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട PMO ഓഫീസിന്റെ ഇന്റലിജൻസിന് പോലും ഇയാൾ ഒരു തട്ടിപ്പുകാരനാണ് എന്ന് കണ്ടുപിടിക്കാൻ ഒരു FIR നിലനിന്നിട്ട് പോലും പറ്റിയില്ല. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ ഇപ്പൊ ഇന്ന് അയാൾ പറയുന്നുണ്ട് എന്താണ്, നവകേരള സദസ്സിന് ഫണ്ട് കൊടുത്തു എന്ന്. അതുപോലെ തന്നെ ഞങ്ങളുടെ നേതാക്കൾക്ക് ഇലക്ഷൻ സമയത്ത് ഫണ്ട് കൊടുത്തു എന്നൊക്കെ പറയുന്നു. എല്ലാം അന്വേഷണ വിധേയമാക്കട്ടെ. പക്ഷെ ഞാൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ആദ്യ ദിവസം തന്നെ ഞാൻ അത് പറഞ്ഞിരുന്നു. അപർണ, മുഖ്യമന്ത്രിയുടെ കൂടെ തൊട്ടടുത്ത് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഗസ്റ്റ് മാത്രമുള്ള വേദിയിൽ ആ ടേബിളിൽ മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിൽ മുഖ്യമന്ത്രിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ചിത്രമുണ്ട്. അപ്പോ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഇന്റലിജൻസ്, വിജിലൻസ് ഇതൊക്കെ എന്ത് പണി ചെയ്യുകയായിരുന്നു? അപ്പോ പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ തിരിച്ചറിയാൻ സാധിക്കാതിരുന്ന ഒരു തട്ടിപ്പുകാരനെ അപർണ പ്രതിനിധാനം ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്കോ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കോ തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇനിയെങ്കിലും ആ ജാഗ്രത പുലർത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. 1. 2, ആ ജാഗ്രത കുറവ് മാത്രമാണ് എന്ന് പറഞ്ഞ് തടി തട്ടിപ്പാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്. അവരിലേക്ക് അന്വേഷണം എത്തണം. അത് കോൺഗ്രസോ BJP-യോ CPM എന്നൊന്നുമില്ല, മാധ്യമപ്രവർത്തകരോ ഒന്നൊന്നുമില്ല. ഇതിൽ സമഗ്രമായ അന്വേഷണം ഉണ്ടാവണം. ആ അന്വേഷണം കേന്ദ്ര ഏജൻസികൾ ആവശ്യമെങ്കിൽ അവർ വന്ന് അന്വേഷിക്കണം. ഇതിന്റെ പിന്നിൽ ഇത് ഒരു 26-കാരന് 27-കാരന് നാട് മുഴുവനുമുള്ള പാവപ്പെട്ട കുടുംബശ്രീ സ്ത്രീകളെ പറ്റിച്ച് കോടികൾ ഉണ്ടാക്കാം എന്നുള്ള ഐഡിയ, എന്നുള്ള ഒരു തത്വം, എന്നുള്ള ആശയം സംഭാവന ചെയ്ത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അതിന് പിന്നിൽ അനന്തുവിനെ മാത്രം പ്രതിയാക്കി അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുപള്ളിക്ക് പറയാം, എന്റെ കൈകളൊക്കെ ശുദ്ധമാണെന്ന് പറയാം. ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞപ്പോൾ പത്രക്കാർ തൊട്ട് എന്നുള്ള വാക്കെടുത്ത് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ ഭാരവാഹികളടക്കം സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ്. ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഇതിൽ താല്പര്യമുണ്ടോ എന്നുള്ള ചോദ്യം എന്നോടും ചോദിച്ചതാണ്. വ്യക്തിപരമായിട്ട് ഇത് ശരിയല്ലാത്ത ഒരു പദ്ധതിയാണ് എന്ന് തോന്നുന്നതുകൊണ്ട് നമ്മൾ അതിൽ തലവെച്ചു കൊടുക്കുന്നില്ല. അപ്പോഴും ഈ വിഷയത്തിനകത്ത് എറണാകുളം, കോട്ടയം ജില്ലകളിലുള്ള ജനപ്രതിനിധികളുടെ ഒരു ലിസ്റ്റ് പോലീസിന്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു. ആ പൊളിറ്റിക്കൽ ഫണ്ടറാണ് അനന്തു എന്ന് പറയുന്നു. എറണാകുളം, തിരുവനന്തപുരം ഞാൻ എടുത്തു പറഞ്ഞത് ഇതെല്ലാം പുറത്തു വരികയാണെങ്കിൽ ഏതെല്ലാം ജനപ്രതിനിധികളുടെ പേരുണ്ടാകും എന്നുള്ളിടത്ത് കോൺഗ്രസ് കുടുങ്ങുകയാണെങ്കിൽ BJP-യും കുടുങ്ങും, CPM-ഉം കുടുങ്ങും. അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് കരുതുന്നുണ്ടോ രാഷ്ട്രീയക്കാർ? അല്ല, ഞാൻ പറയുന്നത് ഒരു ഇലക്ഷൻ സമയത്ത് ഒരാൾക്ക് ഫണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ഫണ്ട് കൊടുക്കുക എന്നുള്ളത്, ആരാണ് നമുക്ക് ഫണ്ട് തരുന്നത്? അയാൾ ഇന്റലിജൻസ് അന്വേഷണത്തിലൂടെ അഗ്നിശുദ്ധി വരുത്തിയ ആളാണോ എന്നൊന്നും നോക്കാൻ പറ്റില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അത് അപർണയ്ക്കും അറിയാമായിരിക്കുമല്ലോ. ഫണ്ട് തരുന്ന ആൾ ഫണ്ട് തരും. ഇനി അങ്ങനെ ഫണ്ട് തന്നത് സ്വാഭാവികമായും ഇലക്ഷൻ കമ്മീഷന്റെയും മറ്റുള്ള ഏതാണ് പറയുന്നത് ഏജൻസികളുടെയും പരിധിയിലേക്ക് കാണിക്കുക എന്നുള്ളത്, രേഖപ്പെടുത്തുക എന്നുള്ളത് എല്ലാ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്, കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ്. അതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും BJP ആണെങ്കിലും അതിന്റെ നിയമ നടപടികളെ നേരിട്ടേ മതിയാവുകയുള്ളൂ. പിന്നെ അങ്ങ് പറഞ്ഞതുപോലെ കോട്ടയം എന്റെ ജില്ലയാണല്ലോ. കോട്ടയത്ത് ഈ പരിപാടിക്ക് ഇയാൾ വരുന്നത് എന്റെ നാട്ടിൽ വരുമ്പോൾ എന്റെ നാട്ടിൽ LDF MLA
ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇയാൾക്കെതിരെ കേസ് നിലനിൽക്കുന്ന സമയത്താണ്. നാട്ടിൽ മുഴുവനുള്ള LDF MLA-മാർ അതിനുശേഷം വിവിധ സ്ഥലങ്ങളിൽ കൊട്ടിഘോഷിച്ച് ഇയാൾ മിടുമിടുക്കനാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് നിലവിൽ ഇവരുടെ തന്നെ പോലീസ് സംവിധാനത്തിന്റെ ഉള്ളിൽ ഇവരുടെ തന്നെ പോലീസ് സംവിധാനം രേഖപ്പെടുത്തിയ കേസ് നിലനിൽക്കുന്ന സമയത്താണ്. അപ്പോ UDF MLA-മാരെ വിട്ടേക്കും, അവരെ പോലീസിൽ നിന്ന് പറഞ്ഞ് കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം പോലീസിന് ഇല്ലാന്ന് വെച്ചോളൂ. പക്ഷേ എന്തുകൊണ്ടാണ് NGO കോൺഫെഡറേഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആർ ബിന്ദു നേരിട്ട് പോകുന്നത്? NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 175ഓളം പ്രത്യക്ഷത്തിൽ പ്രധാനപ്പെട്ട 75ഓളം NGO-കളുടെ ഒരു കോൺഫെഡറേഷനാണ്. അത് ഉണ്ടാക്കിക്കൊണ്ട് സ്വന്തമായ ഒരു NGO അയാൾക്കുണ്ട്. ആ NGO-ക്കൊപ്പം കേരളത്തിലെ എല്ലാ NGO-കളെയും കൂട്ടിക്കൊണ്ട് ഒരു കോൺഫെഡറേഷൻ ഉണ്ടാക്കി അതിന്റെ മറവിൽ തട്ടിപ്പ് നടത്താം. വലിയൊരു ബൃഹത്തായ പദ്ധതിയാണ്. ആ പദ്ധതി നടത്താൻ വേണ്ടി അയാൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ അയാളെ പറ്റി ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ആർ ബിന്ദുവാണ്. ആരാ ആർ ബിന്ദു? ആർ ബിന്ദു NGO കോൺഫെഡറേഷൻ ഉദ്ഘാടനം ചെയ്ത് ഈ ആരുണ്ട് ഈ ആകാശത്തെ പിടിച്ചു കെട്ടാൻ എന്ന് പറയുന്നത് പോലെ, നീ പോയി തട്ടിപ്പ് നടത്തി മടങ്ങി വരൂ എന്ന് പറയുന്ന പോലെ ആകാശത്തെ അഴിച്ചുവിടുന്ന പരിപാടിയുടെ ഫ്ലാഗ് ഓഫ് നടത്തിയത് ആർ ബിന്ദുവാണ്. അപ്പൊ ആർ ബിന്ദു ഒരു മന്ത്രിയായി നിൽക്കുമ്പോൾ ആർ ബിന്ദുവിന് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയില്ലേ? ഇടുക്കിയിൽ വിവിധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത് മുൻ മന്ത്രി MM മണിയാണ്. MM മണി ഈ പരിപാടി ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അയാൾ മന്ത്രിയാണ്. അതിനുശേഷം മന്ത്രിസ്ഥാനത്ത് നിന്ന് പോയി അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലും വിവിധ പരിപാടികളിൽ MM മണി ഉദ്ഘാടകനായി പോയിട്ടുണ്ട്. MM മണി ഓഫീസുകളിൽ പോയി സംസാരിച്ചിട്ടുണ്ട്. വാർഷിക എന്റെ നാട്ടിൽ ഇപ്പോ ശ്രീ ആയൂർ ബിജുവിന് അത് അധികം ഇഷ്ടപ്പെടണമെന്നില്ല, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ MLA ആണ്. പൂഞ്ഞാറിൽ എന്റെ നാട്ടിൽ ഈ പരിപാടിയുടെ ഈ NGO കോൺഫെഡറേഷന്റെ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നത് LDF MLA ആണ്, കേരള കോൺഗ്രസ് നിന്നുള്ള MLA ആണ്. അദ്ദേഹത്തെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാര്യം അറിഞ്ഞില്ലായിരിക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനം, ഇവിടുത്തെ വിജിലൻസ് സംവിധാനം, ഇവിടുത്തെ പോലീസ് സേന എന്ത് പണിയാണ് എടുക്കുന്നത്? ഞാൻ പറയട്ടെ അപർണ, ഞാനോ അപർണയോ നാളെ ക്രൈം ചെയ്യാൻ സാധ്യതയുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ പോലും അത് കണ്ടെത്തി നമ്മൾ വിളിക്കുന്ന പരിപാടിയിൽ പോകുന്നത് ജാഗ്രതയോടുകൂടി വേണമെന്ന് മന്ത്രിമാരെ അറിയിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഇന്റലിജൻസ് മേധാവിക്കുള്ളത്, അല്ലെങ്കിൽ ഇന്റലിജൻസ് മേധാവിയുടെ താഴോട്ടുള്ള പോലീസ് സേനയ്ക്കുള്ളത്. പക്ഷേ ഓൾറെഡി ക്രൈം രജിസ്റ്റേർഡ് ആയിട്ടുള്ള, ഓൾറെഡി ഒരു ക്രൈമിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള, അതും 420 പോലുള്ള ചീറ്റിംഗ് കേസ്, നോൺ വയലബിൾ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരാൾ, അയാൾ വീണ്ടും നാടൊട്ടുക്കും നടന്ന് അവിടെയുള്ള MLA-മാരെ, MP-മാരെ, മന്ത്രിമാരെ, ഇനി പഞ്ചായത്ത് പ്രസിഡന്റുമാരെ, പഞ്ചായത്ത് മെമ്പർമാരെ ഒക്കെ വിളിപ്പിച്ച് കാടടച്ച് വലിയ ആഘോഷമായി പരിപാടികൾ നടത്തുമ്പോൾ ഇവിടത്തെ പോലീസ് അവിടെ പോയി സല്യൂട്ട് ചെയ്യില്ലേ മന്ത്രിമാർക്ക്? ഇയാളുടെ പരിപാടിക്ക് ഇതിലേക്കുള്ള റെഡ് കാർപ്പറ്റിലൂടെ മന്ത്രിമാരെ ആനയിച്ചു കൊണ്ടുവന്ന് ഇവിടുത്തെ പോലീസാണ്. എന്ത് പണി ചെയ്യുക ഇവിടുത്തെ പോലീസ്? എന്ത് ഇന്റലിജൻസ് സംവിധാനം, എന്ത് വിജിലൻസ് സംവിധാനം ഇവർക്കുള്ളത്? ഇതിലും ഭേദം ഏതെങ്കിലും അരി വെയിലത്ത് ഉണക്കാനിടുമ്പോ കാക്കയെ ഓടിക്കാൻ പോയിരിക്കുന്നതായിരിക്കും പോലീസ് ഇതിലും നല്ല പണി എന്തെങ്കിലും ചെയ്യുന്നത് എന്നുള്ള അഭിപ്രായമാണ് നമുക്കുള്ളത്. ഞാൻ വരാം ബസന്ത്, ഞാൻ വരാം.